ഹലോ അസ്സലാമലൈക്കും ജസീറസ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകൾ, മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ എല്ലാം മാറ്റിയിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കി സോഫ്റ്റാക്കി നല്ല ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ഗ്രീൻ ടീ വെച്ചിട്ടാണ് ഈ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ല മാറ്റം കിട്ടുന്നതാണ്. മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് ഫേസിലുണ്ടാകുന്ന പാടുകൾ അതെല്ലാം മാറ്റിയെടുത്ത് ഫേസ് നല്ല ക്ലിയർ ആക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റിയെടുക്കാനും ഈ പാക്കിന് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആരെയിടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത്. എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യുക, എന്നിട്ട് ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ പാക്കിന് വേണ്ടി ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബാഗ് ഗ്രീൻ ടീ ആണ്. നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അത് മാത്രം നമുക്ക് എടുക്കുക, കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഫേസിന് ആവശ്യമുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ ടീ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റൈസ് പൗഡറാണ്. തരിയില്ലാത്ത നൈസ് പത്തിരിയുടെ പൗഡർ ഉണ്ടല്ലോ, അതാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചേർക്കുന്നത് തൈരാണ് കേട്ടോ. നല്ല കട്ട തൈരാണ്, പുളിയില്ലാത്തത് നോക്കി ചേർക്കുക. പുളിയുള്ളത് ചേർക്കരുത്. നമ്മുടെ ഫേസിന് പുളിയുള്ളത് ചേർത്ത് കൊടുക്കണം നല്ലതല്ല കേട്ടോ. അതുകൊണ്ടാണ് പുളി ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തുന്നില്ല. ഈ തൈര് കൊണ്ട് തന്നെയാണ് പാക്ക് നമ്മൾ കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ പാക്ക്, നിങ്ങൾക്ക് ഒരുപാട് ലൂസാക്കി എടുക്കാൻ പാടില്ല, കുറച്ച് കട്ടിക്കാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റോളം മിക്സാക്കുക കേട്ടോ. അത് പെട്ടെന്ന് മിക്സായി കിട്ടും. എന്നാലും ഈ ഗ്രീൻ ടീയുടെ ആ സത്തുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റോളം നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ആ ഗ്രീൻ ടീയുടെ എസൻസ് എല്ലാം ആ പാക്കിൽ മൊത്തത്തിലൊന്ന് അലിഞ്ഞ് ചേർന്ന് വരും. അപ്പോൾ നല്ലവണ്ണം ഒന്ന് 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസും കഴുത്തും എല്ലാവിടെയും നല്ലവണ്ണം കഴുകി കൊടുക്കുക കേട്ടോ. ഏത് പാക്ക് ഇടുന്ന സമയത്തും ഫേസിലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിന് റിസൾട്ട് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിലും കഴുത്തിലും ഇടുന്ന സമയത്ത് ഫേസിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ കഴുത്തിലിടാതിരുന്നാൽ 2 കളർ ഡിഫറൻറ്റ് വരും. അപ്പോൾ ഫേസിലും കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഫേസൊക്കെ ഒന്ന് കഴുകിയിട്ട് വരിക. എന്നിട്ട് ഈ പാക്ക് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വല്ല പേടിയോ അങ്ങനെ വല്ല പ്രശ്നമോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കയ്യിലോ കഴുത്തിലോ കാലിലോ ഏതെങ്കിലും സൈഡിൽ ഒന്ന് പാച്ച് ടെസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത പാക്കാണ്. എന്നാലും നിങ്ങളുടെ ഒരു പേടി മാറ്റാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് മസാജിങ് കൊടുക്കുക 2 മിനിറ്റ്. അതിനുശേഷം ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ വെക്കുക. അതിനുശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്നും ഡെയിലി ഈവനിങ് ടൈമിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകൾ, അതുപോലെ തന്നെ ചുളിവ് അതെല്ലാം മുഖത്തുണ്ടാകും. നമ്മുടെ കണ്ണിന് സൈഡും ഒക്കെ ഒരു ചുളിവ് വരും. ഒരു ഏകദേശം ഒരു പ്രായം 30 കഴിഞ്ഞാൽ വരും. അപ്പോൾ അതെല്ലാം മാറ്റിയെടുക്കാൻ ഈ ഒരു പാക്ക് നമുക്ക് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഡെയിലി ഈവനിങ് സമയത്ത് മാത്രം ചെയ്താൽ മതി. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അതിനുള്ളിൽ നമുക്കത് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലവണ്ണം കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുക. അതിനുശേഷം കഴുകിക്കളയട്ടെ. അപ്പോഴേക്ക് നല്ലവണ്ണം ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകിക്കളയാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഡ്രൈ ആയാലും. അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മസാജിങ് കൊടുക്കുക. അതിനുശേഷം കഴുകിക്കളയാട്ടോ. നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഇൻസ്റ്റൻ്റ് ഉള്ള കളർ ഈ ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മുഖത്തുണ്ടാകുന്ന മുഖക്കുരു മാത്രമല്ല, അതുപോലെ
അതുപോലെ ചുളിവുകൾ മാത്രമല്ല മുഖം നല്ല നിറം വരുത്താനും ഈ ഒരു പാക്കിന് കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. ഒരൊറ്റ യൂസിൽ തന്നെ ഇത്രയും നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തും സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത് കേട്ടോ. ഈ പാക്കെല്ലാം കഴുകിക്കളഞ്ഞ ശേഷം നമ്മുടെ ഫേസിലൊന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല സ്മൂത്തി ആയിട്ടുണ്ടാകും, അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ ഫേസിലുണ്ടാകുന്ന ചുളിവുകളെല്ലാം മാറ്റിയിട്ട് ഫേസ് നല്ല ഒരു ക്ലിയർ ആക്കിയിട്ടുണ്ടാകും. അതുപോലെ മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകളും മുഖക്കുരുവൊക്കെ കുറഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ടാറ്റ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.